ദൈവകൃപയാണേ, ബലമല്ല നിന്ദയാണേ, കഴിവല്ല ദൈവകൃപയാണേ, ബലമല്ല നിന്ദയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ. നമ്മളെ എത്ര ബലപ്പെടുത്തിയ ഒരു വചനമാണിതല്ലേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാരങ്ങളൊക്കെ അകത്ത് വെക്കുന്നവരാണ്. ചില പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിന് എന്തേലും ഭാരമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഞാനതെല്ലാം ഉള്ളിലൊതുക്കുകയാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഭാരങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയാൽ അത് പിന്നത്തേതിൽ പ്രകടമാകുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗമായിട്ടും മനസ്സിൽ ക്ഷീണമായിട്ടും സ്വഭാവത്തിൻ്റെ വൈകല്യമായിട്ടും ഒക്കെയാണ് അത് വെളിപ്പെട്ടു വരുന്നത്. പല രോഗങ്ങളുടെയും ക്ഷീണങ്ങളുടെയും പിൻപിലുള്ള ഏറ്റവും വലിയ റീസൺ പോലും ഇത് തന്നെയാണ്. നമ്മൾ ഉള്ളിലൊതുക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളുമാണ്. നമ്മുടെ ദൈവം നമ്മുടെ മെൻ്റൽ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുവാൻ ചിലയിടത്ത് അവൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നു. അതിനേക്കാൾ ഏറ്റവും മനോഹരമായ ചില കാര്യം, ചില ഉപദേശങ്ങൾ തരും. നമ്മളത് അനുസരിക്കുമ്പോഴാണ് നമ്മൾ വിടുവിക്കപ്പെടുന്നത്. ഇപ്പം ഇവിടെ പറയുകയാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കാം. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. എന്താ ചോദിച്ചാൽ, എൻ്റെ ഭാരം ദൈവത്തിന് അറിയാമെങ്കിൽ പോലും ദൈവം അത് എടുക്കുന്നില്ല. ഞാൻ വെക്കണം. അത് മൈ എഫേർട്ടാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടത് ചെയ്യേണ്ട കാര്യമാണ്. ഹന്ന എന്ന് പറയുന്ന സഹോദരിയുടെ അകത്ത് ഒത്തിരി ഭാരം ഉണ്ടായിരുന്നു. അവൾ ഭാരപ്പെട്ടുകൊണ്ട് ഭർത്താവിനോട് വഴക്കുണ്ടാക്കി, ഭവനത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഭർത്താവിനോട് പറഞ്ഞിട്ടോ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടൊന്നും ഭാരം മാറിയില്ല. ദൈവം അതിനെ എടുത്തുമില്ല. പക്ഷെ ഒരിക്കൽ അവൾ ആലയത്തിലേക്ക് ചെന്ന് തൻ്റെ ഭാരം ദൈവത്തിലേക്ക് പകർന്നു. അപ്പോൾ പകരേണ്ടതാണ് നമ്മൾ. ഞാൻ ഈ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒന്ന്, നമ്മുടെ ഭാരം പകരുക. രണ്ട്, നമ്മുടെ ഭാരം ദൈവത്തിൻ്റെ മേൽ വെക്കുക. മൂന്ന്, നമ്മുടെ ഭാരം ദൈവത്തെ അറിയിക്കുക. നിന്റെ സകല ഭാരം ദൈവത്തെ അറിയിക്കുക. മറ്റൊരു വാക്ക് പറഞ്ഞാൽ, സ്തോത്രം, നമ്മുടെ ഭാരം ദൈവത്തെ മേൽ ഇടുക. അപ്പം ഇതെല്ലാം അതിനകത്ത് ഒരു നമ്മുടേതായൊരു പങ്ക് ഉണ്ട്. ഇവിടെ എടുത്തു പറയുക, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കുക. സ്തോത്രം. കുടുംബത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും നാളുകളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഭാരപ്പെട്ട് നിങ്ങളിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് ഉള്ളം തുറന്ന് സംസാരിക്കുക. പറയണം, കർത്താവ്, എനിക്ക് ഇങ്ങനെ ഭാരമുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായം പറയുന്നത്, നിന്റെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് പറയുന്നത് പാപത്തിൻ്റെ മുകളിൽ ഭാരത്തെക്കുറിച്ചാണ്. സകല ഭാരവും. പിന്നെ രണ്ടാമതാ പറയുന്നത് മുറുകെ പറ്റുന്ന പാപം. നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന രണ്ട് ശക്തികളാണ്. ഒന്ന് ഭാരത്തിൻ്റെ ശക്തി, രണ്ട് പാപത്തിൻ്റെ ശക്തി. ഇത് രണ്ടും നമ്മൾ വിട്ട് ഓടണമെന്നാണ് പറയുന്നത്. ആമേൻ. ഇവിടെ നമുക്ക് ദൈവം നല്ലൊരു നിർദ്ദേശം തരുന്നുണ്ട്. ഭാരം എൻ്റെ മേൽ വെച്ചോ.
അവൻ നിന്നെ പുലർത്തും. എന്തൊരു ഉറപ്പല്ലേ! നമ്മൾ ഭാരപ്പെടുന്ന വിഷയം എല്ലാം ദൈവത്തിൻ്റെ മേലെ അങ്ങ് വെച്ചുകൊള്ളുക. യേശു കർത്താവിൻ്റെ പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിലെ ആ വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ പുലർത്തും. എന്നിട്ട് പിന്നെ പറയുന്ന കാര്യമാണ്, കാക്കളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എല്ലാറ്റിനും ഞാൻ പുലർത്തുന്നു. അപ്പം പുലർത്തുന്നൊരു ദൈവമുണ്ട്. ആകുലപ്പെടേണ്ട. നമ്മൾ നമ്മുടെ സാമ്പത്തികവും നമ്മുടെ സാഹചര്യവും ഒക്കെ നോക്കിയാണ് നാളുകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തെ നോക്കി നാളുകളിലേക്ക് ചുവടുകൾ വെക്കുക. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കും. ആ വചനം വായിച്ച് നമ്മളങ്ങ് നിർത്തുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അടുത്ത വാക്ക്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ. എനിക്ക് ആ അടുത്ത വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നാളും സമ്മതിക്കത്തില്ല, ഒരു നാളും. അപ്പോൾ ഈ കർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ചില വാക്കുകളുണ്ട്. ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും, ദൈവം പറയാം, ഒരു നാളും. കർത്താവിനെ കണ്ണുമടച്ച് വിശ്വസിക്കുക. നീ കുലുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല, നീ ഇളകിപ്പോകാൻ അനുവദിക്കത്തില്ല, നീ ഒഴുകിപ്പോകാൻ അനുവദിക്കത്തില്ല. നല്ല കർത്താവാണ്. ഈ ഓരോ പ്രഭാതത്തിലും ഈ വചനങ്ങൾ നിങ്ങൾക്ക് തരുന്ന എന്തെന്നറിയാമോ? വേറൊന്നുമല്ല, കർത്താവിനോട് നിങ്ങൾ ഒത്തിരി അടുത്ത് എനിക്ക് എൻ്റെ യേശു ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ ജയം അനുഭവിക്കാനാണ്. ഞങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ മേൽ വയ്ക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അതിനെ അങ്ങയുടെ മേൽ ഇടുകയാണ്. ഞങ്ങളുടെ ഭാരങ്ങളെ അങ്ങേ അറിയിക്കുകയാണ്. കർത്താവെ യേശുപ്പ, അങ്ങ് ഞങ്ങളെ പുലർത്തുന്ന ദൈവമെങ്കിൽ സ്തോത്രം ചെയ്യും. എല്ലാ ഞെരുക്കങ്ങളെ മാറ്റുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. സാമ്പത്തികമായ വഴികളെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. കർത്താവ്, അങ്ങ് ഞങ്ങളെ പുലർത്തി വഴി നടത്തി കർത്താവ് കുലുങ്ങിപ്പോവാത്തൊരു ജീവിതത്തിലേക്ക്, ഉറപ്പുള്ളൊരു ജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ പുറത്ത് ഞങ്ങൾ വെക്കുകയാണ് കർത്താവ്. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉറപ്പുള്ള ഒരു ജീവിതം, ഹല്ലേലൂയ, ഞങ്ങൾ അവർക്ക് കർത്താവെ യേശുവിൽ കർത്താവെ പകർന്നു കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഞങ്ങൾ സന്തോഷത്തോടെ ഈ ദിവസത്തെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തരികയാണ്. സന്തോഷത്തോടെ യാത്ര ചെയ്യുക. ഈ ഉറപ്പ്, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച ആ ദിവസം മുതൽ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ നീതിമാനാണ്. കർത്താവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, ഈ ദിവസത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസം ഇവർ നേരിടുന്ന സകല കാര്യങ്ങളെയും അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഉയർത്തുന്നു. ഇന്ന് ജോലിക്ക് പോകുന്നവർ, പ്രത്യേകമായ എക്സാമിന് പോകുന്നവർ, കർത്താവെ പ്രത്യേക ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ, അടുത്തൊരു സ്റ്റെപ്പിന് വേണ്ടി ചുവടുവെക്കുന്നവർ, എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഈ വചനം അവരുടെ ഉള്ളിൽ തീ പിടിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ മീറ്റിങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഈ മെസ്സേജുകൾ. ഗോഡ് ബ്ലസ് യു. ഷലോം.